എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 34 ശ്ലോകം 10, 11, 12, 13, 14, 15, 16 7 ശ്ലോകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ പാദസ്പർശം ഏറ്റ ഉടനെ ആ പെരുമ്പാമ്പായിരുന്ന ആ വിദ്യാധരന് പൂർവരൂപം തിരിച്ചു കിട്ടി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. തമപൃച്ഛൽ ഹൃഷീകേശ പ്രണതം സമുപസ്ഥിതം ദീപ്യമാനേന വപുഷാ പുരുഷം ഹേമമാലിനം. അങ്ങനെ സുന്ദരമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ശരീരത്തോടു കൂടി നമസ്കരിച്ചുകൊണ്ട് നിൽക്കണ ആ നല്ല സ്വർണമാലയൊക്കെ ധരിച്ച് അതിസുന്ദരനായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ശരീരത്തോടു കൂടിയിട്ട് നമസ്കരിച്ചിട്ട് കിടക്കണ ആ വിദ്യാധരൻ ഭഗവാന്റെ അടുത്ത് വന്നിട്ട്. അപ്പോ ആ പുരുഷനോട് സർവേന്ദ്രിയങ്ങളുടെയും പ്രവർത്തകനായ ഭഗവാൻ ഋഷികേശൻ ചോദിച്ചു, ഭഗവാൻ എല്ലാം അറിയാം, ഇതെല്ലാം അറിയാത്തതൊന്നുമല്ലല്ലോ ഇതാരാണെന്നൊക്കെ. പക്ഷെ മറ്റുള്ളവർക്ക്, ആ ഗോപന്മാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്റെ ഐശ്വര്യത്തെ ഗോപന്മാരെ ധരിപ്പിച്ച് അവർക്ക് തന്നെ കുറിച്ച് ഭക്തി ജനിപ്പിക്കണം എന്ന് തോന്നി ഭഗവാന്. അങ്ങനെയുള്ള ആ കരുണയോട് കൂടിയിട്ട് ഒന്നും അറിയാത്ത മാതിരി ചോദിക്കുകയാണ്, ആരാണ് കോ ഭവാൻ പരയാ ലക്ഷ്മ്യ രോചത്തെ അത്ഭുത ദർശന കഥം ജുഗുപ്സിതാമേതാം ഗതിം വാ പ്രാപിതോ വശ. ഇപ്പൊ നിങ്ങളെ അത്യാശ്ചര്യം ജനിപ്പിക്കുന്ന പരമശോഭയോടുകൂടി ഇപ്പൊ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങ് ആരാണ്? ഇത്ര ദിവ്യദേഹമുള്ള ഒരാള് സ്വന്തം ആഗ്രഹം കൊണ്ട് എല്ലാവരും വെറുക്കണ ഒരു സർപ്പരൂപം ധരിക്കില്ല തീർച്ച. അപ്പൊ ആരാ അങ്ങേ ഇങ്ങനെ ശപിച്ചത്? ഈ സർപ്പദേഹത്തെ എടുക്കാൻ എന്താ കാരണം എന്നൊക്കെ ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പൊ സർപ്പം മറുപടി പറയണു. സർപ്പ ഉവാച അഹം വിദ്യാധര കശ്ചിൽ സുദർശന ഇതി ശ്രുത ശ്രിയാ സ്വരൂപ സമ്പത്യ വിമാനേനാചരം ദിശ. ഞാനൊരു ഗന്ധർവനായിരുന്നു. എന്റെ പേര് സുദർശനൻ. സൗന്ദര്യം കൊണ്ടും സമൃദ്ധിയോടും കൂടി എല്ലാം അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ വിമാനത്തിലിരുന്ന് ആ ദിക്കുകളൊക്കെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് കുറച്ച് ഋഷിമാരെ കണ്ടു എന്ന് പറയണു ആ വിദ്യാധരൻ. ഋഷീൻ വിരൂപാനങ്കിരസ പ്രാഗസം രൂപദർശിത തൈരിമാം പ്രാപിതോ യോനിം പ്രലബ്ധൈ സ്വേന പാപ്മന. അങ്ങനെ എന്റെ രൂപസൗന്ദര്യം കൊണ്ട് ഏറ്റവും തന്നെ അഹങ്കരിച്ചിരുന്നിരുന്ന ഞാൻ തപസ്സുകൊണ്ടുള്ള കാർഷ്യാദികളാൽ വിരൂപരായ ഋഷികളെ, തപസ്സുകൊണ്ട് അവരിങ്ങനെ വിരൂപരായിരിക്കുമല്ലോ ഋഷിമാര്, തപസ് ചെയ്ത വ്രതം അനുഷ്ഠിച്ചും അവരുടെ ശരീരമൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞു അല്ലെ, സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഋഷിമാരെ കണ്ടപ്പോ വളരെ പരിഹസിച്ചു എന്നാ പറയണത് ഈ സുദർശനൻ. അപ്പോ അത്രയും തപശക്തിയുള്ളവരാണ് അവരെ. അങ്ങനെ അംഗരസിന്റെ കുലത്തില് ജനിച്ച അവര് എന്റെ പാപനിമിത്തം ഞാൻ അവരെ പരിഹസിച്ചപ്പോ, അത് ശരി, ഇത്ര അഹങ്കാരിയാണല്ലേ, എന്നാലേ ആ സർപ്പയോനിയിൽ ചെന്ന് ജനിക്കട്ടെ എന്നങ്ങോട്ട് ശപിച്ചു എന്നെ. അങ്ങനെയാണ് എനിക്ക് ഇത്രയും വെറുക്കപ്പെട്ട ഒരു ദേഹം കിട്ടിയത് എന്ന് പറയുന്നു. ശാപോമേ അനുഗ്രഹായൈവം കൃതസ്ഥൈ കരുണാത്മഭി യദഹം ലോകഗുരുണാ പദാസ്പൃഷ്ടോ അദാശുഭം. എന്റെ അറിവില്ലായ്മ നിമിത്തം ഞാൻ അവരെ പരിഹസിച്ചപ്പോ കരുണാശീലരായ അവര് എന്റെ പാപത്തെ നശിപ്പിക്കാനായിട്ട് ശപിച്ചു. പക്ഷെ എനിക്ക് ശാപമോക്ഷം തന്നു. ഇങ്ങനെ എന്നെ അനുഗ്രഹിച്ചു. ആശ്ചര്യം! മഹാന്മാരുടെ പ്രഭാവത്തെ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? നിന്ദിച്ചവനെ അനുഗ്രഹിക്കുന്നത് മഹാന്മാരുടെ സ്വതസിദ്ധമായ സ്വഭാവമാണ്. അങ്ങനെ അവര് ശപിച്ച ശേഷം എനിക്ക് ഇപ്പോൾ സംഭവിച്ച രീതിയിൽ ശാപമോക്ഷവും നൽകി. അതായത് ഭഗവാന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ എനിക്ക് ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അവര് എന്നിൽ ചെയ്ത ആ അനുഗ്രഹത്തിന്റെ ശക്തി കൊണ്ട് ലോകപൂജ്യനായ അവിടുത്തെ പാദസ്പർശം എനിക്ക് ലഭിച്ചു. മഹാന്മാരെ നിന്ദിക്കണം എന്ന് തോന്നിച്ചതായ ആ പാപമൊക്കെ തീരെ നശിക്കുകയും ചെയ്തു ഭഗവാൻ എന്ന് പറയുന്നു.
പാദം തട്ടിയപ്പോ തന്നെ പാപം നശിച്ചതുകൊണ്ട് ഭഗവാനെ അവിടുത്തോട് സംഭാഷണം ചെയ്യാൻ കൂടിയുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അടിയന്റെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നു. പാപികൾക്ക് നിന്ദരുടെ കാണാനും സംഭാഷണം ചെയ്യാനും സാധിക്കില്ലല്ലോ. പക്ഷേ എനിക്കിപ്പോ ഇത് രണ്ടും സാധിച്ചതുകൊണ്ട് എന്റെ പാപം മുഴുവൻ നശിച്ചു. അല്ലെങ്കിൽ എനിക്ക് അവിടുത്തോട് കാണാനും സംസാരിക്കാനും സാധിക്കില്ലല്ലോ എന്നാണ് സുദർശനൻ പറഞ്ഞത്. തം ത്വാഹം ഭവഭീതാനാം പ്രപന്നാനാം ഭയാപഹം ആപൃച്ഛേ ശാപനിർമുക്ത പാദസ്പർശാദാമീവഹൻ. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ഹേ ഭഗവൻ, സംസാരത്തിൽ നിന്ന് ഭയപ്പെട്ടിരിക്കുന്ന യാതൊരുത്തരെ നിന്തിരുവടിയെ ശരണം പ്രാപിക്കുന്നുവോ അവരുടെ ജനന മരണാദി കാരണങ്ങളായ പാപങ്ങളെ തീർത്ത് രക്ഷിക്കുന്ന അങ്ങയുടെ പാദസ്പർശനത്താൽ ശാപത്തിൽ നിന്ന് മുക്തനായ ഞാൻ എന്റെ ലോകത്തിലേക്ക് പോകാനായിട്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുദർശനൻ സ്തുതിക്കുകയാണ് ഭഗവാനെ. പ്രപന്നോസ്മി മഹായോഗിൻ മഹാപുരുഷ സൽപദേ അനുജാനേഹി മാം ദേവാ സർവലോകേശ്വരേശ്വര. ഞാനും ഭഗവാനെ അടിയനും അവിടുത്തെ ശരണം പ്രാപിച്ചിരിക്കണം. എന്നിലും നിന്തിരുവഴി അനുഗ്രഹം ചൊരിയണേ. അത് തന്നെയാണ് അങ്ങക്ക് യുക്തം. എന്തുകൊണ്ടെന്നാ അങ്ങയെ ഭജിക്കുന്നവരുടെ യോഗ്യതകളെ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ പാലിക്കണം. എന്താ അതിന് കാരണം എന്ന് വെച്ചാൽ സർവ്വലോകത്തെയും സൃഷ്ടിച്ചിരിക്കുന്ന ബ്രഹ്മാവിന്റെയും നേതൃത്വം നിന്തിരുവടിയിൽ ആണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് മഹായോഗിയാകുന്നു. ബ്രഹ്മാദികളെയും കീഴടക്കിയിരിക്കുന്ന മായാശക്തിയെയും കീഴടക്കിയിരുന്ന നിന്തിരുവടി പുരുഷോത്തമനാകുന്നു. ഇങ്ങനെയിരിക്കുന്ന ഭഗവാൻ മനുഷ്യ ശരീരം ധരിച്ചിരിക്കുന്നത് കേവലം ലോകാനുഗ്രഹ രൂപമായിരിക്കുന്ന ലീല നടത്താൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഹേ ഭഗവൻ പുരുഷോത്തമ, ഹേ യോഗേശ്വര, ഹേ സർവലോകേശ്വരേശ്വര, ഹേ ദേവ, ഹേ സൽപതേ, അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. ബ്രഹ്മദണ്ഡാൽ വിമുക്തോഹം സദ്യസ്തേ അച്യുത ദർശനാൽ യന്നാമഗൃഹന്നഖിലാൻ ശ്രോതൃനാത്മാനുമേവ ച സദ്യ പുനാതി കിം ഭൂയ തസ്യ സ്പൃഷ്ടപദാഹിതേ. മനുഷ്യരൂപം സ്വീകരിച്ചിരിക്കണു എങ്കിലും സ്വരൂപഭൂതങ്ങളായ ജ്ഞാനവീര്യാദികളിൽ നിന്ന് അല്പവും തെറ്റാതെ പരിപൂർണമായ ഐശ്വര്യത്തോടു കൂടിയ ഹേ അച്യുത, അവിടുത്തെ കണ്ടതുകൊണ്ട് ഞാൻ ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. ഇതിൽ ആശ്ചര്യം ഒട്ടുമില്ല. എന്തുകൊണ്ടെന്നാൽ യാതൊരു ഭഗവാന്റെ നാമം മാത്രം ഉച്ചരിക്കുന്ന പുരുഷൻ ആ നാമജപം കേൾക്കുന്ന സകല ജനങ്ങളെയും തന്നെയും പരിശുദ്ധരാക്കി തീർക്കുന്നു. അത്ര വൈഭവമുള്ള അങ്ങയുടെ പാദസ്പർശനം അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഞാൻ പരിശുദ്ധനായി തീർന്നു എന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്നാണ് സുദർശനൻ ചോദിക്കുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.